ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് കുമ്മളി ഗ്രാമപഞ്ചായത്തും തേക്കടി അഗ്രികൾച്ചർ സൊസൈറ്റിയും മണ്ണാർത്തറ ഗാർഡൻസും ചേർന്ന് നടത്തുന്ന തേക്കടി പുഷ്പമേളയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലോ? 33 ദിവസം നീണ്ടു നിൽക്കുന്ന തേക്കടി പുഷ്പമേളയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന റൈഡുകളും വിനോദ പരിപാടികളുമുണ്ട്. ഇടുക്കിയുടെ തനത് സുഗന്ധവ്യഞ്ജനങ്ങളും ഔഷധ സസ്യങ്ങളും പരിചയപ്പെടാനുള്ള അവസരവും വിനോദസഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള അപൂർവ ഇനം പുഷ്പങ്ങളും കൗതുകകരമായ ഇൻസ്റ്റലേഷനുകളും എത്തിയിട്ടുണ്ട്. 20,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഇവിടെ പുഷ്പമേള ഒരുക്കിയിരിക്കുന്നത്. 15,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ സസ്യപ്രദർശനങ്ങളും 100-ലധികം ഇനങ്ങളിലുള്ള 50,000-ലധികം ചെടികളും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. ബൊഗെയ്ൻവില്ല ഇനങ്ങളുടെ വിപുലമായ ശേഖരണമാണ് ഈ തവണത്തെ പുഷ്പമേളയുടെ മാറ്റുകൂട്ടുന്നത്. പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളും മനോഹരമായ ഇൻസ്റ്റലേഷനുകളും മേളയുടെ ആകർഷണമാണ്. 20 രൂപ മുതൽ 300 രൂപ വരെ വിലയ്ക്ക് ചെടികൾ അവിടെ നിന്ന് വാങ്ങാനാകും. പലവിധ ബുക്കുകളും ചക്കയലുവ, കാന്താരി അലുവ എന്നിങ്ങനെ പല ഇനം അലുവകളും പല ഇനം പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ വിത്തുകളും പല ഇനം കത്തികളും ലേഡീസ് ഐറ്റംസും വാച്ചുകളുമെല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. തേക്കടി പുഷ്പമേളയിലേക്കുള്ള പ്രവേശന ഫീസ് 70 രൂപയാണ്. പുഷ്പമേളയുടെ അകത്ത് കയറിയതിന് ശേഷം 80 രൂപയുടെ ഒരു ടിക്കറ്റ് സെപ്പറേറ്റ് ആയി എടുത്താൽ വൈകുന്നേരം 4 മണി മുതൽ ഒരു മനോഹരമായ മത്സ്യകന്യകയും ഹോസ്റ്റ് ഹൗസും കാണാൻ സാധിക്കുന്നതാണ്. തേക്കടി കല്ലടയ്ക്കൽ മൈതാനത്താണ് 17ാമത് തേക്കടി പുഷ്പമേള നടക്കുന്നത്. മെയ് 3-നാണ് പുഷ്പമേള സമാപിക്കുന്നത്.